വെൽക്കം ടു ദൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡ് മിനി എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ്. ഗോൾഡ് മിനി എന്ന് പറയുമ്പോൾ എത്രയാ 100 ഗ്രാംസ് ഓഫ് ഗോൾഡിൻ്റെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോൾഡ് മിനി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗോൾഡിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഗോൾഡ് ഉണ്ട്, ഗോൾഡ് മിനി ഉണ്ട്, ഗോൾഡ് പെറ്റൽസ് ഉണ്ട്, ദാറ്റ് ഈസ് 1 ഗ്രാം എന്ന് പറയുന്നതാണ്. പിന്നെ ഗോൾഡ് ഗിനി ഉണ്ട്, ദാറ്റ് ഈസ് 8 ഗ്രാംസ് അല്ലെങ്കിൽ 1 പവൻ ഗോൾഡിൻ്റെയാണ്. സോ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് മിനി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ വെരി സിമ്പിൾ. നിങ്ങൾ അതിനെ എന്താ പറയുക, ഒരു ഇൻട്രാഡേ ട്രേഡിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇത്തരം കോൺട്രാക്ട്സ് ഉപയോഗിക്കേണ്ടത്. കാരണം നമുക്ക് ഏതാണ്ട് 6 മാസത്തോളം നമുക്ക് ഒരു ട്രേഡ് ഗോൾഡ് മിനിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിൽ നിലനിർത്താൻ പറ്റും. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലൂടെ നമുക്ക് നിലനിർത്താൻ പറ്റും. നമ്മൾ എടുക്കുന്ന ട്രേഡ് നൗ ദിസ് മന്ത് ഇസ് മെയ് കോൺട്രാക്റ്റ് ആണെന്ന് വെച്ചോളൂ. മെയ് ആണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, കണ്ടോ, 6 മാസം വരെയൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ഈ പറഞ്ഞ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ അത്തരം ട്രേഡ് കോൺട്രാക്ട്സിന് അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പിവറ്റ് ലെവൽസ് നോക്കുക. എന്താണ് പിവറ്റ് ലെവൽസ്? തന്നെ ഒത്തിരി പിവറ്റ്സ് ഉണ്ട്. ക്ലാസിക് ഉണ്ട്, പിന്നെ ട്രഡീഷണൽ പിവറ്റ്സ് ഉണ്ട്, ഫെബനോച്ചി പിവറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിവറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്കുണ്ടാവും. CPR എന്ന് പറയും, സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്നാണ് അതിൻ്റെ പേര്. സോ അപ്പോൾ ആ ഒരു CPR ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡയറക്ഷൻ വ്യൂ കണ്ടെത്തിയിട്ട് അതിൽ നമുക്ക് എങ്ങനെ ഗോൾഡ് മിനി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് നമുക്ക് ഏർപ്പെടാം എന്നുള്ളതാണ്. അറിയാം, വർഷത്തിൽ 2 തവണ മാത്രം നമുക്ക് കോൺട്രാക്റ്റ് ചേഞ്ച് ചെയ്യേണ്ടുന്ന ആവശ്യമേ വരുന്നുള്ളൂ. ഇവിടെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 6 മാസത്തെ കോൺട്രാക്റ്റ് നിങ്ങൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഒരു പ്രോഫിറ്റ് പ്രോബബിലിറ്റി കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. സോ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങൾ 6 മാസം ഒരു ഇതേ ഗോൾഡ് മിനി ഫ്യൂച്ചേഴ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസിലാണെങ്കിലും നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. എങ്ങനെയാണ്? അതിനെ പുതുതായിട്ട് വീണ്ടും ഒരു കോൺട്രാക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ലോസിലാണെങ്കിൽ അതേ ലോസ് തന്നെ ആ ലോസ് അടുത്തൊരു 6 മാസത്തിനുള്ളിൽ അത് പ്രോഫിറ്റ് ആകാൻ സാധ്യതയുണ്ടാകും എന്നുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും എന്താ പറയുക, അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം സിമ്പിളായിട്ട്. ആ സമയത്ത് നമുക്കത് ഇനീഷ്യൽ ക്ലോസിങ് ടൈമിൽ നമുക്ക് ലോസായിട്ട് തോന്നും. ഇമ്മീഡിയറ്റ്ലി തന്നെ പുതിയൊരു കോൺട്രാക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് ഓട്ടോമാറ്റിക്കലി അത് ക്യാരി ഫോർവേഡായി മാറിക്കോളും. സോ ഇത്തരം സിമ്പിൾ ലോജിക്കലി നമുക്ക്, അത് മാത്രമല്ല ഇതിൻ്റെ ഈ ലോജിക്ക് ഉപയോഗിച്ചിട്ട്, ഏത് ലോജിക്കാണ്, ഒരു 6 മാസം കൊണ്ട് ഇനി വരാൻ പോകുന്ന 6 മാസത്തിൽ ഗോൾഡിന് മുന്നോട്ടം ഉണ്ടാകാം, അല്ലെങ്കിൽ ഗോൾഡ് താഴ്പോട്ടേക്ക് പോകാം, രണ്ടും ചെയ്യാം നിങ്ങൾക്ക്. ഇനി ഗോൾഡ് 6 മാസത്തിനുള്ളിൽ ഇപ്പോൾ പ്രൈസ് താഴെ പോകുമെന്ന് നിങ്ങൾക്ക് വ്യൂ ഉണ്ടെങ്കിൽ അതേ 6 മാസം വരെ നിങ്ങൾക്ക് അത് താഴെപ്പോട്ട് പോകാനുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾക്ക് ഏർപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രോഫിറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഏത് സമയത്ത്, പിന്നെ കോൺട്രാക്റ്റ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് എക്സിറ്റ് ചെയ്യാവുന്നൊന്നും ഇല്ലല്ലോ. എപ്പോൾ വേണേലും നമുക്ക് ഇന്ന് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണേലും എക്സിറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇൻ ബിറ്റ്വീൻ എനി ടൈം ഇഫ് യു ഗെറ്റ് എ പ്രോഫിറ്റ് നമുക്കത് എക്സിറ്റ് ചെയ്യാനും പറ്റും. സോ ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ്, ഇത്തരം ഫീച്ചേഴ്സ് എന്തിനാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് നടത്തി നോക്കുന്നത്, വലിയ ഹ്യൂജ് വോളറ്റാലിറ്റീസ് ഒന്നും വരാൻ സാധ്യതയില്ല, എന്നാൽ ഗ്രാജുവൽ ഒരു അപ്സൈഡ് ഓർ ഗ്രാജുവൽ ഡൗൺ സൈഡ് വരാൻ സാധ്യതയുണ്ട്. മറ്റ് സ്റ്റോക്സിനെ പോലെ അല്ല ഈ പറയുന്ന കമ്മോഡിറ്റീസിൻ്റെ പൊതുവേ, എസ്പെഷ്യലി ബുള്ളിയൻ മാർക്കറ്റ്, ഗോൾഡ് ആൻഡ് സിൽവർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് എന്താ പറയുക, നാച്ചുറലി ഈ പാരലായിട്ടല്ല പലപ്പോഴും ഈക്വിറ്റി മാർക്കറ്റും ഗോൾഡ് സിൽവർ മാർക്കറ്റ്സ് ഒക്കെ സഞ്ചരിക്കുക. സ്ലൈറ്റ്ലി ഓവർടേൺഡ് ആണ്, അല്ലെങ്കിൽ ഇത് വിപരീതമായിട്ട് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. എന്ത് കേസാണെങ്കിലും ശരി, നമ്മൾക്ക് ഗോൾഡ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിന് ഗ്രാജുവലി ഒരു വയർച്ച തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് 6 മാസം കൊണ്ട് നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്യുന്നു, നല്ല പ്രോഫിറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിനെ അങ്ങനെ തന്നെ ആ കോൺട്രാക്റ്റിനെ എന്താ ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത് വീണ്ടും പുതിയൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക.
സോ സിംപ്ലി നിങ്ങൾക്ക് ഇത്തരം കോൺട്രാക്ട്സിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് സ്ലോ ബട്ട് സ്റ്റഡി ആയിട്ട് നമുക്ക് നല്ലൊരു ഇൻകം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. എനി ടൈം വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കും. സോ നമുക്കിപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മൾ CPR ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ട്രെൻഡ് കണ്ടെത്താൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഗോൾഡ് ഇൻസ്ട്രുമെൻറ്റിൽ ട്രെൻഡ് കണ്ടെത്തി നോക്കിയിട്ട് അതിന് ബേസിസിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഏത് കോൺട്രാക്റ്റ് 6 മാസത്തെ കോൺട്രാക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഓരോ മാസവും നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ഉണ്ടാവും. മാക്സിമം പീരീഡ് ഓഫ് ഹോൾഡിംഗ് പീരീഡ് നമുക്ക് 6 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ അതിന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാക്ട്സ് 6 മാസം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്ട്സ് അവൈലബിൾ ആണെന്ന് അർത്ഥം, 1 മുതൽ 6 മാസം വരെ. സോ ഫസ്റ്റ് നമുക്ക് ഇൻഡിക്കേറ്റർ പരിചയപ്പെടാം. സെക്കൻഡ് ഗോ ടു എങ്ങനെയാണ് ഓർഡർ പ്ലേസ്മെൻറ്റ്, ഏതൊക്കെ കോൺട്രാക്ട്സ് ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്നുള്ളത്, സിംപ്ലി എങ്ങനെ അതിന് ബൈ ചെയ്യാം എന്നുള്ളത് അല്ലെങ്കിൽ സെല്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ബിഫോർ ദാറ്റ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈപ്പൊക്കെ തരാൻ കൊടുക്കുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കൂ, നമ്മളിവിടെ ഗോൾഡിൻ്റെ മിനി ഗോൾഡ് എം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഗോൾഡ് ഇതാ നോക്കൂ, ഗോൾഡ് എം മെയ് ഫ്യൂച്ചേഴ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. മെയ് മീൻസ് കറണ്ട് മന്ത് ഫ്യൂച്ചറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് മന്ത് ഫ്യൂച്ചറിൽ നമ്മളിവിടെ നിൽക്കുകയാണ്. ഇത് ഏത് പ്ലാറ്റ്ഫോമാണ്? ഡെക്സ്റ്റ് T3, അതായത് ധന്നിൻ്റെ തന്നെ ഡെക്സ് T3 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ ഇൻ്റർഫേസിലൂടെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് നോക്കാം. വേറെ ഒരുപാട് എന്താ പറയുക വിഡ്ജറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് മാപ്പ് ഇവിടെ നോക്കുന്നു. എനിക്കിപ്പോൾ ഇത് സപ്പോസ് എനിക്ക് ഇന്നത്തെ ഹീറ്റ് മാപ്പ് അറിയണമെങ്കിൽ ഹീറ്റ് മാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഹീറ്റ് മാപ്പ് നമുക്ക് ലെവൽസ് നമുക്കറിയാൻ പറ്റും. ഇന്ന് മാർക്കറ്റിൻ്റെ ദിശ എങ്ങോട്ടാണെന്നൊക്കെ അറിയാൻ പറ്റും. നമുക്കിതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. പലതരത്തിൽ ഇതിൻ്റെ കസ്റ്റമൈസേഷനെ പറ്റിയിട്ടും ഇതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡെക്സ് T3യെ പറ്റിയിട്ട്. ഇത് നമ്മുടെ സാധാരണ ഒരു വെബ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ഫിക്സഡ് ആയിരിക്കും അല്ലേ. ഇത് നമുക്ക് അങ്ങനെയല്ല, എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വേണ്ടുന്നത് മാത്രം പ്ലഗ് ഇൻ പോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ അതുകൊണ്ടാണ് ഞാൻ ഡെക്സ് T3 യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഡെക്സ് T3 യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ നോക്കൂ, എനിക്കിവിടെ ചാർട്ട് 1 ഡേ ചാർട്ട് മാത്രം നോക്കിയാൽ പോരാ. ഒരു ട്രേഡിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഗോൾഡിൻ്റെ തന്നെ ഞാൻ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലുള്ള പിവറ്റ് റേഞ്ച് എങ്ങനെയാണെന്ന് എനിക്ക് നോക്കണം. അതേമാതിരി തന്നെ 5 മിനിറ്റ്സിൻ്റെ പിവറ്റ് റേഞ്ച് എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ 1 ഡേ നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മെയിനായിട്ട് നോക്കേണ്ടുന്നത് 1 ഡേ ടൈം ഫ്രെയിമിൻ്റെയാണ്. സോ ഞാനതുകൊണ്ട് നോക്കൂ എത്ര സിമ്പിളായിട്ട് എനിക്കതിനെ മാറ്റാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ ഞാൻ ഡെക്സ് T3 നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. നമുക്ക് വെരി സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ വിഡ്ജറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എന്താ പറയുക, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെനൂസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നോട്ട് ഫോർ ഗോൾഡ് ട്രേഡ് ചെയ്യാനല്ല, ഈക്വിറ്റി ട്രേഡ് ചെയ്യാനൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആവുക. നിങ്ങൾ 1 by 1 ഓർഡർ ഫ്ലോസ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കൂ, സൂപ്പർബാണ്. നിങ്ങൾക്ക് ഗോൾഡിൻ്റെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ അറിയണോ, നിങ്ങൾക്ക് ഇതിൽ തന്നെ നമുക്ക് നോക്കൂ ഓർഡർ ഫ്ലോ ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ ഗോൾഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ഓർഡർ ഫ്ലോ നോക്കൂ. 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഓർഡർ ഫ്ലോ ആണ്. അതായത് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ക്യാൻഡിലിനും ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വരെ അറിയാൻ പറ്റും. ഇത് ഏതിലേക്ക് വേണ്ടിയിട്ടാണ്? ഇത് ഒരു ഗോൾഡിന് മാത്രമല്ല, നമ്മൾ ഏത് ഇൻസ്ട്രുമെൻറ്റ് സെലക്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ ഓർഡർ ഫ്ലോ അറിയാൻ പറ്റും. നോക്കൂ, ഇതിലിപ്പോൾ ഓവറോൾ ടോട്ടൽ ബൈ എത്രയാണ്, ഈ ഒരു 5 മിനിറ്റിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ടോട്ടൽ ബൈ എത്രയാണ്? 98, ഡെൽറ്റ 98. ടോട്ടൽ ബൈ 100, ടോട്ടൽ സെൽ എത്രയാണ്? വെറും 2 ലോട്ട്സേ ഉള്ളൂ. സോ അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ബയ്യേഴ്സ് അവിടെ സ്ട്രെങ്ത് കൂടി നിൽക്കുന്നു എന്നറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ അതേമാതിരി ഏതൊക്കെ പ്രൈസ് ലെവൽസിലാണ് ബയ്യേഴ്സ് കൂടുതൽ നിൽക്കുന്നതെന്ന് നോക്കിയാൽ അതുവരെ നമുക്കിതിൽ അറിയാൻ പറ്റും ഓർഡർ ഫ്ലോ. എക്സാമ്പിളാണ് ഞാൻ ഈ പറയുന്നത്. എനിവേ കംസ് ടു അവർ ചാർട്ട്. ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്താണ്, ഏതാണ് CPR ഇൻഡിക്കേറ്റർ, സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്നാണ് അതിൻ്റെ പേര് പറയുക, CPR. സോ CPRൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ ഫിബനോച്ചി CPR ആണ്. സോറി, ട്രഡീഷണൽ അല്ല, ഫിബനോച്ചി CPR ആണ്. നിങ്ങളത് എങ്ങനെ നിങ്ങൾക്കത് ഇപ്പോൾ CPR എടുക്കേണ്ടി വരിക എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ നേരെ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക. പിവട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മന്ത്ലി, വീക്ക്ലി, ഡെയിലി പിവട്ട് എന്ന് വരും. നോക്കൂ, അത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി എടുക്കാം, വീക്ക്ലി വേണമെങ്കിൽ വീക്ക്ലി എടുക്കാം. വീക്ക്ലി ഇപ്പോൾ അത് അല്ലെങ്കിൽ പിവട്ട് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനെ കസ്റ്റമൈസ് ചെയ്യാം.
ഞാനിവിടെ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് എനിക്ക് പ്രീവിയസ് വീക്സിൻ്റെ ഒന്നും വേണ്ട. നോക്കൂ, ഇൻപുട്ടിൽ പോവാം, വീക്ക്ലി പിവറ്റ് എടുത്തേക്കുന്നു. വീക്കിലി നമ്പർ ഓഫ് പിവറ്റ്സ് ബാക്ക് ഞാൻ ഒരൊറ്റ പിവറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ പിവറ്റ് ഇപ്പോൾ നമ്പർ ഓഫ് പിവറ്റ്സ് 5 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കൂ, പ്രീവിയസ് 5 വീക്കിൻ്റെ 5 ആഴ്ച, കാരണം വീക്ക്ലി പിവറ്റാണ്. അപ്പോൾ കഴിഞ്ഞ് പോയ ഇൻക്ലൂഡിങ് ദിസ് വീക്ക് ഉൾപ്പെടെ 1, 2, 3, 4, 5 കണ്ടോ, കഴിഞ്ഞ 5 ആഴ്ചത്തെ പിവറ്റ് റേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അതൊക്കെ നമുക്ക് ക്ലൗഡഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കറണ്ട് വീക്ക് പിവറ്റ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് ചൂസ് ചെയ്യാം. അതെന്താ വേണ്ടത്, ഇവിടെ പോവാം, ഇവിടെ ഉണ്ടാവും, നമുക്ക് ഏത് ഇൻഡിക്കേറ്ററാണോ അതിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ ഓഫ് പിവറ്റ് ബാക്സ് ഞാനിപ്പോൾ 1 കൊടുത്താൽ എന്താ സംഭവിക്കുക, പ്രീവിയസ്ലി വന്ന മാതിരി 1 വന്നു. ഇനി അതേമാതിരി ഇതിൽ ഇൻഡിക്കേറ്ററിൽ തന്നെ നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈലിൽ നമുക്ക് പിവറ്റിന് ഞാൻ എന്താ കൊടുത്തേക്കുന്നത്, പിവറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ. സിമ്പിൾ ലോജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോസ് ഇമാജിൻ ചെയ്യുക, ഒരു സ്കെയിൽ ഇമാജിൻ ചെയ്യുക. പഴയ കാലത്തെ സ്കെയിൽ എങ്ങനെ ഇരിക്കും, വാട്ട് ഈസ് പിവറ്റ് റേഞ്ച്, നടുവിൽ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നും, ഇതിപ്പോൾ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം 2 സൈഡല്ല, താഴ്പോട്ടോ മുകളിലോട്ടോ ആണോ എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ സെൻട്രലിൽ നിന്നും പിവറ്റ് എന്ന് പറഞ്ഞപ്പോൾ സെൻട്രൽ പോയിൻ്റ്, അവിടെ നിന്നും താഴ്പോട്ടേക്ക് വന്നാൽ സപ്പോർട്ട് 1, സപ്പോർട്ട് 2, സപ്പോർട്ട് 3, സപ്പോർട്ട് 4, സപ്പോർട്ട് 5 എന്ന് പറഞ്ഞ് പോകും. പിവറ്റിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ലൈൻ R1 റെസിസ്റ്റൻസ്, മുകളിലേക്ക് പോകുമ്പോൾ തടസ്സപ്പെടുന്ന ലൈൻ 1, അത് കഴിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 2, റെസിസ്റ്റൻസ് 3, റെസിസ്റ്റൻസ് 4. ഇതാ ഇവിടെ നോക്കൂ, വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, പിവറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, ഇതാ ബ്ലാക്ക് ലൈൻ ഇവിടെ കൊടുത്തേക്കുന്നത്, ഇവിടെ P എന്ന് കൊടുത്തിട്ടുണ്ടാകും. എന്താ നോക്കൂ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബ്ലാക്ക് ലൈൻ ഇവിടെ P എന്ന് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നോക്കൂ, R1 എന്ന് കണ്ടോ, R1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ആ ലൈനും ആ R1ൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി റെസിസ്റ്റൻസിൻ്റെ R1 റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു എന്നർത്ഥം. അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ R2ലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അർത്ഥം. അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ R3ലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാവാം. അതല്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി അതേമാതിരി ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. നോക്കൂ, പിവറ്റിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് എവിടെയാണ്, ഡെയിലി ടൈം ഫ്രെയിമിൽ. ഏത് ടൈം ഫ്രെയിമാണ്, ഡെയിലി. നമുക്കത് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും നമുക്ക് മാറ്റി നോക്കാം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു 6 മാസത്തേക്ക് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കലാണ്. ഫസ്റ്റ് പോയിൻ്റ് അവിടെയാണ്. അപ്പോൾ ഇവിടെ CPR ലെവൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഈ വീക്കിൻ്റെ CPR വെച്ച് നോക്കുമ്പോൾ ഇവിടെ പിവറ്റ് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് സോണിലേക്ക് പ്രൈസ് S1, S2, S3 വരെ പ്രൈസ് വന്നു. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുത്തു. കണ്ടോ, S3ക്ക് താഴെ പ്രൈസ് പോയെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, പകരം അവിടെ നിന്ന് ബൗൺസ് ചെയ്തിട്ട് അത് എവിടേക്ക് വന്നു, അത് വീണ്ടും S3യിൽ നിന്നും മുകളിലേക്ക് പോകാൻ തുടങ്ങി. S2ലേക്ക് എത്തി. S2ൽ നിന്നും S1ൽ വന്ന് ടച്ച് ചെയ്ത ഉടനെ തന്നെ അവിടെ നിന്ന് ചെറിയൊരു കറക്ഷൻ. ബിക്കോസ് താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോഴും ഈ S3യിൽ നിന്നും S2ലേക്ക് വരുമ്പോഴും അതും ഒരു റെസിസ്റ്റൻസ്. താഴെ നിന്നും മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇതുണ്ടെങ്കിൽ, പ്രീവിയസ് ഇതുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ S2ൽ നിന്നും S1ലേക്ക് പോയപ്പോൾ S1 ടച്ച് ചെയ്തപ്പോൾ അവിടെ ചെറിയൊരു റിജക്ഷൻ വന്നു. പക്ഷേ ഇവിടെ ഓവറോൾ നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ അതായത് പ്രീവിയസ് 2 ഡേയ്സ്, ഇതിപ്പോൾ ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ 2 ഡേയ്സിൻ്റെ ക്യാൻഡിലിനേക്കാളും ഇത് വളരെ ശക്തമായ രീതിയിൽ ഒരു മറബസു ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഈ 3 ക്യാൻഡിലും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മോർണിംഗ് സ്റ്റാർ ഫോർമേഷൻ ക്യാൻഡിൽ അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇനിയും ഇതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പർപ്പസ് ഓഫ് ട്രേഡ് എന്താണ്, ഒരു മന്ത്ലി എക്സ്പയറി ട്രേഡ് ചെയ്യുന്ന ആളാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കണം. നിങ്ങൾ ഒരു സ്വിംഗ് പൊസിഷൻ ട്രേഡിലാണോ, അതായത് അല്ലെങ്കിൽ സ്വിംഗ് ഒരു 2 മാസം 3 മാസം 4 മാസം പൊസിഷണൽ ട്രേഡിങ്, അതായത് 6 മാസത്തേക്കുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നമുക്ക് എന്ത് വേണം, നമുക്ക് അതിനെ ഒന്നും കൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് അതിനെ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ഒന്ന് നോക്കണം. പ്രീവിയസ്ലി ഇവിടെ എന്താ നോക്കൂ, ഇവിടെ ഈ ഒരു സോണിൽ നിന്ന് നല്ല സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി താഴ്പോട്ടേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി താഴ്പോട്ടേക്ക് വന്നു, വീണ്ടും ഇവിടെ നിന്നൊരു സ്വിംഗ് ഹൈ വന്നിട്ട് സ്വിംഗ് ഹൈയിൽ നിന്നും ഒരു സ്വിംഗ് ലോയിലേക്ക് വന്നു. അപ്പോൾ സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും തമ്മിലുള്ള ഇവിടെ ഈ ലോ
ദെൻ അഗെയിൻ ഇവിടെ നിന്നൊരു ഹൈയിലേക്ക് വന്നു, ഹൈയിലേക്ക് വന്നിട്ട് വീണ്ടും അടുത്ത ലോ ഇവിടെ വന്നിട്ട് വീണ്ടും അടുത്ത ഒരു സ്വിങ് ഹൈയിലേക്ക് പോകാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൺലി ആൻ ഇൻഡിക്കേഷൻ, ഇതൊരു കൺഫർമേഷൻ അല്ല. അപ്പോൾ മുകളിലേക്ക് പോകും എന്ന് ഉറപ്പ് വരുത്തുകയാണ്. നിങ്ങളൊരു പൊസിഷണൽ ട്രേഡറായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കുറഞ്ഞത് ഈ ഒരു പ്രീവിയസ് തൊട്ട് മുന്നത്തെ സ്വിങ് ഹൈ എന്തായിരിക്കണം? പ്രൈസ് ബ്രേക്ക് ചെയ്യണം. പ്രൈസ് ഒന്നുകിൽ ഈ ഹൈ അല്ലെങ്കിൽ ഇവിടുത്തെ ബോഡി ആയിട്ടുള്ള ഈ ഹൈ. അപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നത്? R2-ലാണ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ നിൽക്കുന്നത് S1-ൽ നിന്നും പ്രൈസ് നിൽക്കുന്നു. ഈ പ്രൈസ് ഇനി മുകളിലേക്ക് കയറി പിവട്ടും ക്രോസ് ചെയ്ത് R2 റേഞ്ചിൽ വന്ന് ഇതിന് മുകളിൽ ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ എ പൊസിഷണൽ വ്യൂവിലേക്ക് പോകാൻ പറ്റും. എത്രയാ? ഒരു 6 months റേഞ്ചിലേക്കൊക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അടുത്ത് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. സോ ദിസ് വൺ ഈസ് അനദർ ടാർഗറ്റ്. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോയാൽ ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. അതിന് മുകളിലേക്ക് പോയാൽ വീണ്ടും അത് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. സോ ഇതൊരു ടാർഗറ്റ്. പിന്നെ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ടാർഗറ്റ്സ് മേളിലേക്ക് പോകാൻ സാധ്യത. ഇത് നമുക്ക് മാനുവലി നമുക്ക് കണ്ടെത്തുന്നതാണ്. എന്തുകൊണ്ടാണ്? പ്രീവിയസ് സിമ്പിൾ ലോജിക്ക്. ഇതെങ്ങനെ കണ്ടെത്തുന്നു എന്ന് ചോദിച്ച് ആരും മനസ്സിലാക്കാണ്ടിരിക്കരുത്. നിങ്ങൾ ഗഹനമായി ചാർട്ടിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതെങ്ങനെ ഈ ലൈൻ, ഈ റെസിസ്റ്റൻസ്, ഈ സോൺ, ഇതാണ് എൻട്രി സോൺ. ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു 4 to 5 to 6 months ഒക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബോട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. കാരണം ഒരു സ്വിങ് ഹൈ ദെൻ എ ലോ എന്ന് പറയുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. സ്വിങ് ഹൈ, ലോ, ദെൻ അഗെയിൻ വീണ്ടും ഹൈ എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് മിനിമം മേടിക്കണം. അപ്പോഴും നിങ്ങൾ ഏതിനെയാണ് നിങ്ങൾ കാണേണ്ട? പിവട്ട്. ഈ പറയുന്ന പിവട്ടിന് മുകളിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊസിഷണലി നിങ്ങൾക്ക് വാങ്ങാം. നോ പ്രോബ്ലം, നോട്ട് അറ്റ് ഓൾ ആൻ ഇഷ്യൂ. ഇനി നേരെ ഇതിൻ്റെ ഏറ്റവും സേഫ് എൻട്രി എന്ന് പറയുന്നത് എവിടെയാണ്? പ്രീവിയസ്ലി ഏത് ഹൈ വരെ വന്നു? ഈ ഒരു റേഞ്ച് അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈനിന് പകരം നമുക്കൊരു റേഞ്ച് വരയ്ക്കാം അല്ലേ. നോക്കൂ, R3 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോൺ വരെയും എന്താണ്? ശക്തമായ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് അത് വർക്കാകും. ഇതാണ് കണ്ടോ. കാരണം ഈ ഏരിയയിലൊക്കെ അത് റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇതിന് മുകളിൽ കടക്കുകയാണെങ്കിൽ 100% നമുക്കൊരു 100 അല്ല, ഒരു 99% നമുക്ക് അസ്യൂം ചെയ്യാം പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് ഏതുവരെ? പ്രീവിയസ്ലി നമ്മുടെ കണ്ണിൽ കാണുന്നത് എവിടെയാണ്? അടുത്ത ഹൈ ഇവിടെയാണ് കിടക്കുന്നത്. അടുത്ത് ഈ ഒരു ഹൈ വരെ പ്രൈസിന് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഇത് മുതൽ ഈ ഒരു റേഞ്ച് വരെ പ്രൈസ് എന്ത് ചെയ്യാം? ഇത് മുതൽ ഈ ഒരു റേഞ്ച് അറൗണ്ട് 5.4%, ഏതാണ്ട് 8473 പോയിൻറ്റ്സോളം പ്രൈസ് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഏതാണ്ടെന്നല്ല, ദിസ് ഇസ് എന്താ പറയുക, ഒരു ഗ്ലോബൽ റൂളാണ്, ട്രേഡേഴ്സ് റൂൾ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രീവിയസ് സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്ത്, സ്വിങ് ഹൈ ആണ്, ഡേ ഹൈയും അല്ല, പ്രീവിയസ്ലി ഒരു ഹൈ വന്നിട്ട് ലോ പോയിട്ട് തിരിച്ച് മേളിലേക്ക് വരികയാണെങ്കിൽ അത് ഈ ഒരു റേഞ്ചിന് മുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരാം ഏകദേശം. ബിക്കോസ് ഇവിടെ അങ്ങനെ റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ഒരിക്കലും ഇവിടെ വന്നിട്ട് താഴ്പോട്ടേക്ക് വന്ന സോൺ ഉള്ളതുകൊണ്ട് ഇവിടെ വരെ വരാം, വന്നിട്ട് തിരിച്ച് താഴ്പോട്ടേക്ക് വരാം. അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ താഴ്പോട്ടേക്ക് വന്നിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് ഈ ഒരു സോൺ വരെ എന്തായാലും കട്ടായം വരും എന്നുള്ള ഒരു ലോജിക്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ലോജിക്കാണ്, വരുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ലോജിക്. ഇനി അടുത്തൊരു സിനാരിയോ നോക്കൂ. ഇവിടെ ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്. ഇവിടുത്തെ ട്രെൻഡ് ലൈൻ എന്താണ്? ഈ ലോയിൽ നിന്നും ഇങ്ങനെ ഒരു നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇതൊരു എന്താ പറയുക, അസെൻഡിങ് ട്രയാങ്കിളായിട്ട് ലോയിൽ നിന്നും ഹൈയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പോൾ അസെൻഡിങ് ട്രയാങ്കിളായിട്ടും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിലും ഇതിങ്ങനെ മെല്ലെ ഈ ഒരു റേഞ്ച് വരെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ടിന് സാധ്യത ഉണ്ടാകും. സോ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിന്നും ഈ ഒരു ഒന്നുകിൽ ഇതിന് മുകളിൽ എടുക്കുക ഫോർ
പൊസിഷണൽ ട്രേഡേഴ്സ്. ഇനി ഇൻട്രാഡേയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് ഇൻട്രാഡേ അല്ലെങ്കിൽ വീക്കിലി ഒക്കെ ബേസിസിൽ അല്ലെങ്കിൽ മന്ത്ലി ഇതൊന്നും വീക്കിലി എടുക്കുന്നത് ഉചിതമായിട്ടുള്ള ട്രേഡല്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾ മന്ത്ലി എക്സ്പയറി ബേസിസിൽ വേണം ഇതുപോലുള്ള ട്രേഡ്സിനെയൊക്കെ കാണാൻ. മന്ത്ലി എക്സ്പയറി ബേസിസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കൂ S1 കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുന്നു. ഇത് ഒരു കാരണവശാലും ഇതൊരു എൻട്രി സോൺ അല്ല ഫോർ ഷോർട്ട് ടേം ഗെയിനേഴ്സ്. ഷോർട്ട് ടേം ഗെയിൻ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് എന്നാൽ ഇത് ബൈ സോണും അല്ല, എന്നാൽ ഇത് സെൽ സോണും അല്ല. ബൈ വേണമെങ്കിൽ നമുക്ക് മിനിമം എന്ത് വേണം, പിവട്ടിന് മുകളിൽ പോകണം, ഈ ഒരു സോണിലേക്ക് കടക്കണം. സെല്ല് വേണമെങ്കിൽ മിനിമം ഏറ്റവും മിനിമം ഇതാണ് കറക്റ്റായിട്ടുള്ള സേഫസ്റ്റ് എൻട്രി സോണ് ഫോർ ഡൗൺ സൈഡ്. പക്ഷേ താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് തിരിച്ച് താഴെ വരികയാണെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു സോണിലേക്ക് ഷോർട്ട് ടേം പീരിയഡ്, ഷോർട്ട് ടേം എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മന്ത്ലി റേഞ്ചിനുള്ളിൽ അത് കുറഞ്ഞ പക്ഷം ഈ ഒരു റേഞ്ചിലേക്ക് താഴ്പോട്ടോ ഈ മിനിമം പിവട്ടിന് മുകളിൽ പോയാൽ കുറഞ്ഞ പക്ഷം ഇവിടെ പിന്നെ അതിന് മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ടാവും. സോ ഫോർ 6 months ടൈമും 3 months 4 months 6 months 3 months ആൻഡ് എബോ ഉള്ളവർക്കൊക്കെ നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് റേഞ്ച് നോക്കിയാൽ മതി. പ്രൈസ് ഒരിക്കൽ മുകളിലേക്ക് ഇത് സ്വിങ് മൂവ്മെൻറ്റും നിങ്ങൾ നോക്കുക. ഈ എന്താ പറയുക, CPR ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുന്നവർ കഴിയുന്നത്ര എന്താ പറയുക, അവർ നിങ്ങൾ എന്താ ചെയ്യുക, വളരെ കെയർഫുൾ ആവുക. കുറച്ചും കൂടി എൻട്രി നിങ്ങൾ പെർഫെക്ഷൻ എൻട്രി വേണം. അതിനകത്ത് നിങ്ങൾ സ്ട്രിക്റ്റ് റൂൾ ഫോളോ ചെയ്യണം. എന്താണ് ഈ പറയുന്ന പിവറ്റ് റൂൾ ഫോളോ ചെയ്യുക. പിവറ്റിന് താഴെയാണെങ്കിൽ കഴിയുന്നതും എന്താ പറയുക ബൈയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് പിന്നെ പിവറ്റിൻ്റെ മുകളിലേക്ക് അത് ക്രോസ് ചെയ്യുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഹൈ എന്ന് പറഞ്ഞാൽ പിവറ്റ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സോ അല്ലെങ്കിൽ താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ താഴ്പോട്ടേക്ക് നോക്കുക. 2 ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നോക്കാം. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. പിന്നെ ഇനി അടുത്തത് ഇതിൻ്റെ ഷോർട്ട് ടേം ടൈം ഫ്രെയിംസ് നമ്മളൊന്ന് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ടേം, ഇപ്പോൾ ഇൻട്രാഡേയിലൊക്കെ ട്രേഡ് ചെയ്യണം എന്ന് അത്ര നിർബന്ധമുള്ളവർക്ക് നോക്കാം. നോക്കൂ ഇൻട്രാഡേയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, നമ്മൾക്ക് ഡെയിലിയിൽ അതേ ഫ്യൂച്ചേഴ്സ് തന്നെ ഗോൾഡ് മെയ് മന്ത് ഫ്യൂച്ചർ ഈ ഡെയിലി കാൻഡിൽ സ്റ്റിക്കിൽ S1 താഴെ നിൽക്കുകയാണ്. എന്നാൽ ഇൻട്രാഡേ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ R1 R2 കഴിഞ്ഞ് R3 അടുക്ക നിൽക്കുകയാണ്. അപ്പോൾ R3 അടുക്ക നിൽക്കുകയെന്ന് പറഞ്ഞാൽ പിവറ്റ് നോക്കൂ കറക്റ്റായിട്ട് ഒരിക്കൽ പോയി, ദെൻ പിവറ്റിൽ നിന്നും അത് മുന്നോട്ട് പോയത് R1 പോയി, ദെൻ റീട്രേസ്മെൻറ്റ്, ദെൻ R2 പോയി, ദെൻ റീട്രേസ്മെൻറ്റ്, ദെൻ അഗൈൻ R3 പോകാൻ ഇവിടെ നിന്നിട്ട് പിന്നെ ഇവിടെ തിരിച്ച് ലൈറ്റായിട്ട് ബൗൺസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ഒരു ട്രേഡ് ഉണ്ടോ, ഇൻട്രാഡേ ചെയ്യുന്നവർ ഒരിക്കലും ഈ ഒരു സോണിന് അത് ഇത്രയും തന്നെ സോണിനുള്ളിൽ പ്രൈസ് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ട്രേഡിലേക്ക് പോകാൻ പാടില്ല. ഒന്നുകിൽ R3 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. R3 ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ബൈയിലേക്ക് പോകാം. ഷോർട്ട് ടേം ഗെയിൻ ആയിരിക്കാം നിങ്ങളുടെ ടാർഗറ്റ്. വെരി ലെസ് ടാർഗറ്റിലേക്ക് നിങ്ങൾ പ്രിഫർ ചെയ്യുക. അതേമാതിരി ഇത് ഇനി തിരിച്ച് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു കാരണവശാലും ഫസ്റ്റ് ഡൗണിൽ വന്നാൽ ഉടനെ ട്രേഡിലേക്ക് പോകരുത്. എന്തുകൊണ്ട്, ഇവിടെ പ്രീവിയസ്ലി ഇവിടെ നിന്ന് നേരെ താഴ്പോട്ടേക്ക് വന്നത് ഈ ഒരു സോണിലേക്ക് വരെ താഴ്പോട്ടേക്ക് വരാം, വന്നിട്ട് തിരിച്ച് ഉടനെ തന്നെ ബൗൺസ് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ ബൗൺസ് പോയി രണ്ടാമതൊരിക്കൽ കൂടി തിരിച്ച് താഴ്പോട്ടേക്ക് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ അടുത്ത ടാർഗറ്റ് കുറഞ്ഞ പക്ഷം ഈ ഒരു റേഞ്ച്, പിന്നെ വീണ്ടും തിരിച്ച് പിവറ്റ് റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് വേറെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആവശ്യമില്ലാതെ വെറും പിവറ്റ്സ് വെച്ച് മാത്രം ട്രേഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതേ സിസ്റ്റം വെച്ച് യൂസ് ചെയ്തിട്ട് ആൽഗോസ് ഒത്തിരി പേര് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, പിവറ്റ് റേഞ്ചസ് ബേസിസിൽ, പിവറ്റ് ബ്രേക്ക്ഔട്ട് ബേസിസിൽ, എയ്തർ അപ്സൈഡ് ഓർ ഡൗൺ സൈഡ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പിവറ്റിൻ്റെ യൂസേജ് എന്താണ്, പിവറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. പിവറ്റ്സ് എപ്പോഴും നോക്കൂ, ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ അപ്സൈഡ് പോവാണ്. ഇവിടെ പിവറ്റിൽ നിന്ന് നേരെ R1 വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ ഉടനെ തന്നെ റിജക്ഷൻ വന്നുണ്ടോ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒത്തിരി ട്രേഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം. അവരിവിടെ നിന്ന് എൻട്രി എടുത്തു, ഈ R1 വന്നപ്പോൾ അവർ കുറച്ച് പേര് എക്സിറ്റ് ചെയ്തു. ആ എക്സിറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പ്രൈസ് ഒരല്പം താഴ്പോട്ടേക്ക് വരുന്നത്.
എന്നിട്ട് വീണ്ടും ശരിക്കുള്ള ട്രേഡേഴ്സിന് അറിയാം, അവർ പേഷ്യൻ്റായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. R1 ക്രോസ് ചെയ്ത് കാരണം ഓൾറെഡി രാവിലെ നല്ല ഹൈ വോളിയത്തിൽ R1 ക്രോസ് ചെയ്തിട്ട് സഡൻ താഴെ വന്നു. പിന്നെ അഗെയിൻ സ്ലോലി R1 വീണ്ടും ക്രോസ് ചെയ്ത് ഡൗൺ വന്നു. വീണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അത് R2 ക്രോസ് ചെയ്യും. R2 കഴിഞ്ഞാൽ പിന്നെ R3 റേഞ്ചിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സോണിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴാണിത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും രാവിലെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ വെയിറ്റ് ചെയ്യുക? രാവിലെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ഡോജിയാണ് നമ്മളിവിടെ കണ്ടത്. വലിയൊരു ക്യാൻഡിൽ പോയി പിന്നെ സഡേന്ന് തിരിച്ച് താഴ്പോട്ടേക്ക് പ്രൈസ് വന്നു. താഴ്പോട്ടേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ നല്ലൊരു ട്രേഡർ ആണെങ്കിൽ എവിടെ നിന്ന് എൻട്രി എടുക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിൽ നിന്നും അവർ ഒരു എൻട്രി ട്രൈ ചെയ്യും. ബിക്കോസ് രാവിലെ ഒരു ഹൈ പോയി, ദെൻ അഗെയിൻ ലോ വന്നു, വീണ്ടും അത് ഹൈ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു റീട്രേസ്മെൻറ്റ് വന്നു. വീണ്ടും അവർ ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ക്യാൻഡിൽ അവർ ട്രേഡ് എടുക്കും. ട്രേഡ് എടുത്തിട്ട് സ്റ്റിൽ അവരിപ്പോഴും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് പേര് ഇപ്പോഴും ഹോൾഡിങ്ങിലുണ്ടാവാം. ബിക്കോസ് R3 ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും R3യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താ പറയുക കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ഇൻഡിക്കേറ്ററും കൂടെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ യൂസ് ചെയ്യാം. അതിൽ 21 ഡേ മൂവിങ് ആവറേജിന് നിങ്ങൾ ബേസും 5 ഡേ മൂവിങ് ആവറേജിന് നിങ്ങൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ നിങ്ങളതിൽ മൂവിങ് ആവറേജ് ഓർ EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് നിങ്ങൾ യൂസ് ചെയ്യുക. 5 ഡേ മൂവിങ് ആവറേജ് തിരിച്ച് 20 ഡേ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എക്സിറ്റും ചെയ്യുക. ക്രോസ് ഓവർ നടത്തുന്നിടത്ത് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം ടുവേർഡ്സ് അപ്സൈഡ്. 5 ഡേ 20 ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എൻട്രിയിലേക്ക് പോകാം. തിരിച്ച് 20നെ 5 ക്രോസ് ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റും ചെയ്യാം. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻസ് രേഖപ്പെടുത്താം, വീഡിയോ ലൈക്ക് ചെയ്യാം. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.